ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിരസത്തിൻ്റെ ഒരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി ലോങ് വീഡിയോസ് ഇട്ടിട്ട്. അപ്പം നമുക്കിന്ന് രുചിരസത്തിൽ രസമാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അവൾ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ റെസിപ്പി ചോദിച്ചിട്ട് വീട്ടിൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 7 കുഞ്ഞുള്ളിയോളം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അത് നമ്മുടെ കല്ലിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. ഇതാണ് ശരിക്കും രസത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഫ്ലേവർ കൊടുക്കുന്നത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെയാണ്. കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം തക്കാളി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കുകയാണ്. ചട്ടിയിലാണ് കേട്ടോ നമ്മൾ രസം ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, 2 വറ്റൽമുളക് ഇത്രയും നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളകും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങുന്നത്. വളരെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ ജസ്റ്റ് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ കുഞ്ഞുള്ളിയൊക്കെ ചതച്ചെടുത്ത് വാടി വരാൻ വേണ്ടി മാത്രം, ആ ഒരു പാകത്തിന് മാത്രമേ വെളിച്ചെണ്ണ ചേർക്കാവുള്ളൂ. ഓവറായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ രസത്തിൻ്റെ ആ ഇത് വരുമ്പോൾ രസത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ വന്ന് കിടക്കും. അതപ്പോൾ അത്രയും ഒരു പ്രത്യേക ഒരു രുചിയിലൊരു വ്യത്യാസം വരും. അതുകൊണ്ടാണ് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതിലോട്ട് നമ്മൾ ഇനി താളിക്കേണ്ട സാധനങ്ങളൊക്കെ ഇടാൻ പോവാണ്. കടുകും വറ്റൽമുളകൊക്കെ കൂടെ നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ. അതെല്ലാം പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യമേ തന്നെ കടുകെല്ലാം ഇട്ട് നല്ലോണം പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചതച്ച് വെച്ച സാധനങ്ങളും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കണം.
കുഞ്ഞുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഈ കൂട്ട് നല്ലോണം വഴന്നു വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർക്കണം. അതിനായിട്ട് ഇപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് കായപ്പൊടിയും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കുക. തക്കാളിയും ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി പൊടിയുടെ എല്ലാത്തിൻ്റെ ഒരു പച്ചമണം മാറി വന്നാൽ മാത്രം മതി. ഇതെല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ പുളിയില്ലേ, വാളംപുളി, അതും കൂടെ ഒരു ചെറിയ കഷ്ണം ഇതിൻ്റെ അകത്തോട്ട് ഇടണം. ഞാനത് വിട്ടുപോയിട്ടുണ്ട്. പിന്നീട് ഞാൻ പുളി ഇതിൻ്റെ അകത്ത് പിഴിഞ്ഞൊഴിക്കുകയാണ്. നിങ്ങൾ ഈ സ്റ്റേജിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആ ക്രഷ് ചെയ്തെടുത്ത് നമ്മുടെ നേരത്തെ നമ്മളിത് വഴറ്റി ആ ചട്ടിയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഞാൻ പുളി മറ്റേ മിക്സിയുടെ ജാറിലിടാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പിഴിഞ്ഞൊഴിക്കുക ചെയ്തത്. നിങ്ങൾ പക്ഷേ ക്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലേ ആ ശരിക്കുള്ള ആ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് നമ്മൾ ഈ രസത്തിൻ്റെ കൂട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ പിന്നെ ഏറ്റവും രസത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കായമാണ്, കായപ്പൊടി. അത് ഞാൻ ആ പൊടി ഇട്ട കൂട്ടത്തിൽ കായവും കൂടെ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു നുള്ള് കായപ്പൊടി ഇട്ടാൽ മതി. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീണ്ടും നമുക്ക് ഈ തിളക്കണ സമയത്ത് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് വാരി വിതറുക ഈ സമയത്ത്. മുമ്പൊക്കെ എത്ര ഉണ്ടാക്കിയാലും റെഡിയാവാത്തൊരു സാധനമായിരുന്നു ഈ രസം എന്ന് പറയുന്നത്. ശരിക്കും ഈ രസത്തിൽ ഇവരെന്താ കൂട്ടാ ചേർക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രസം കിട്ടും. ചില ഇടങ്ങളിൽ ഇതിൻ്റെ അകത്തോട്ട് മല്ലിയിലേക്ക് ചേർത്ത് അതും കൂടെ ക്രഷ് ചെയ്യും. പച്ച മല്ലിയൊക്കെ വെച്ചിട്ടാണ് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു രസം നമുക്ക് വേറെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു രസം കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കണം.